Hi everyone, welcome back to our next video. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന പ്ലേറ്റോസ് സ്റ്റേജസ് ഓഫ് എഡ്യൂക്കേഷൻ. പ്ലേറ്റോയുടെ ബുക്ക് ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഇൻഡിവിജ്വൽ എൻറ്റയർ ലൈഫിനെ കുറിച്ച് ഒരു വ്യക്തിയുടെ അതിന് ഓരോ സ്പാനിനെ കുറിച്ചും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ ആൻഡ് മോറൽ ഡെവലപ്മെൻ്റ് ആണ് ലക്ഷ്യം വെക്കേണ്ടത് എന്നും പറയുന്നുണ്ട്. ഏർലി ലൈഫിൽ തന്നെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അഡൾട്ട്ഹുഡിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഓരോ സ്റ്റേജിലും ഇൻഡിവിജ്വൽ സ്കിൽസ്, നോളജ്, വെർച്യൂസ്. നെക്സ്റ്റ് നമുക്ക് സ്റ്റേജസിലേക്ക് കിടക്കാം. ഫസ്റ്റ് സ്റ്റേജ് ഇൻഫൻസിയാണ്. ഇൻഫൻസി എന്ന് പറയുന്നത് ശൈശവം എന്നാണ് മലയാളം. ബർത്ത് മുതൽ 3 വയസ്സ് വരെയുള്ള കാലഘട്ടം. അപ്പോൾ അവിടെ കൂടുതലും ബോഡിലി ഗ്രോത്ത് ആണ്, ശരീരത്തിൻ്റെ വളർച്ച, അതുപോലെ സെൻസറി എക്സ്പീരിയൻസ്, സെൻസസിന് കിട്ടുന്ന അനുഭവങ്ങൾ, ഇതാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പം സന്തോഷങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ കുട്ടി പ്രതികരിക്കുന്നു. അതുപോലെ ഫണ്ടമെൻ്റൽ ഫിസിക്കൽ സെൻസേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതൊക്കെയാണ് പിന്നീട് ലേറ്റർ ലേണിങ്ങിനെ അടിത്തറ പാകുന്ന കാര്യങ്ങൾ. ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു പീരീഡാണ്. കാരണം ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് ഉണ്ടായി വരുന്നത് കുട്ടിക്ക് ഫിസിക്കലും ശാരീരികമായിട്ടും അതുപോലെ ഇമോഷണലായിട്ടും ഒക്കെ ഒരു വെൽബീയിങ്, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഈ ഘട്ടത്തിലാണ്, ഫസ്റ്റ് സ്റ്റേജിലാണ്. രണ്ടാമത്തെ സ്റ്റേജ് നഴ്സറിയാണ്. നഴ്സറി എന്ന് പറയുന്നത് 4 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടം. എനിക്കറിയാം, നഴ്സറി സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്. പ്ലേ, ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി, ഈ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കൂടുതലും ഫെയറി ടെയിൽസ് കൊടുക്കണം, നഴ്സറി റൈംസ് കൊടുക്കാം, മിത്തുകൾ കൊടുക്കാം. ചെറിയ ചെറിയ കഥകളൊക്കെ ഉണ്ട്, പഴയ കഥകൾ. ആൻഡ് ഇമാജിനേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യണം. അവർ കൂടുതൽ ഇമാജിനേഷൻ സ്കില്ലുള്ള ഈ സമയത്താണ്. നഴ്സറി റൈംസും അതുപോലെ മിത്തുകൾ കൊടുക്കാം. ഇമാജിനേഷനും സോഷ്യൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന സമയമാണ്. അതിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൊടുക്കണം. അടുത്ത സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എലിമെൻ്ററി സ്കൂളാണ്. അതായത് 7 to 13 ഇയേഴ്സ് സമയത്താണ് കൂടുതൽ വായന, എഴുത്ത്, പോയട്രി, മ്യൂസിക്, റിലീജിയൻ, മാനേഴ്സ്, ഇതൊക്കെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കേണ്ട സമയമാണ്. അക്കാഡമിക് സ്കിൽസും ഇമോഷണൽ സോഷ്യൽ ഗ്രോത്ത് കളികളിലൂടെ നേടിയെടുക്കേണ്ട സമയമാണ്. അടുത്ത സ്റ്റേജ് 4 എന്ന് പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കാണ്. 13 മുതൽ 16 വയസ്സ് വരെ. മ്യൂസിക് പ്ലേറ്റോയുടെ ഐഡിയാസ് ആണ്. മ്യൂസിക് പഠിക്കുന്നതും അരിത്തമെറ്റിക്, മാത്സ് പഠിക്കുന്നതും ഒക്കെ ഈ സമയത്ത് വളരെ നന്നായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യേണ്ട, അച്ചടക്കം, മെമ്മറൈസേഷൻ ഒക്കെ, സെൽഫ് ഡിസിപ്ലിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ട സമയമാണ്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അടുത്ത സ്റ്റേജ് ജിംനാസ്റ്റിക് ആൻഡ് മിലിറ്ററി ആണ്. 16 to 20 ഇയേഴ്സ്. ഫിസിക്കൽ എഡ്യൂക്കേഷനും മിലിറ്ററി ട്രെയിനിങ്ങും പ്ലേറ്റോയുടെ ആ സാഹചര്യത്തിലെ കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ ഹെൽത്തി ബോഡി ഉണ്ടാക്കിയെടുക്കണം, ഷാർപ്പ് മൈൻഡ് വേണം, ഇൻ്റലക്ച്വൽ വർക്ക് ന് 2ാം സ്ഥാനമാണുള്ളത്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ടു ഹെൽത്തി ബോഡിയും ഷാർപ്പ് മൈൻഡും. ഓക്കെ. അടുത്ത സ്റ്റേജ് സയൻസ് സ്റ്റേജ് ആണ്, 20 to 30 ഇയേഴ്സ്. അപ്പോൾ അവിടെ ഇൻ്റലക്ച്വൽ നോളജ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസുമായിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്യണം. അതായത് പഠിക്കുകയും വേണം, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൊടുക്കണം. സയൻസ്, അതായത് മാത്തമാറ്റിക്സ്, അസ്ട്രോണമി എന്നിവ കൂടുതൽ പഠിപ്പിക്കണം എന്ന് പറയുന്നുണ്ട്. ഫിസിക്കൽ ഹാബിറ്റ്സ് വേണം, റീസണിങ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് ഈ സ്റ്റേജിൽ. അടുത്ത സ്റ്റേജ് ഡയലക്റ്റിക് സ്റ്റേജ് ആണ്, 30 to 35 ഈ സമയത്ത്. ഇപ്പോൾ ഫിലോസഫിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. അതായത് ഫിലോസഫി, സൈക്കോളജി, സോഷ്യോളജി, ലോ എന്നിവ കൊടുക്കുക. അതുപോലെ ഗവേണൻസ് പഠിപ്പിക്കണം, ഭരണം, സെൽഫ് റെഗുലേഷൻ പഠിപ്പിക്കണം, സെൽഫ് കൺട്രോൾ, പ്രിപ്പേഴ്സ്, അങ്ങനെയൊക്കെ പഠിക്കുമ്പോഴത്തേക്കും കുട്ടി എന്തായിട്ട് മാറും? ഒരു ലീഡറായിട്ട് മാറുന്നു. 30 മുതൽ 35 വയസ്സ് വരെയുള്ള കാലഘട്ടം. പിന്നെ ലീഡർഷിപ്പാണ് അടുത്ത സ്റ്റേജ്, 35 to 50 ഇയേഴ്സ്. 35ാമത്തെ വയസ്സാകുമ്പോഴത്തേക്കും ലീഡർഷിപ്പ് ഏറ്റെടുക്കണം. നേടിയ അറിവുകൾ കൊണ്ട് സ്റ്റേറ്റിന് വേണ്ടി പ്രവർത്തിക്കണം, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ലീഡർഷിപ്പ് ഏറ്റെടുക്കണം. അപ്പോൾ അവർ ഗവേണിങ് റോൾസ് 50 വയസ്സ് വരെ കണ്ടിന്യൂ ചെയ്യണം. ഇതാണ് പ്ലേറ്റോയുടെ
എഡ്യൂക്കേഷണൽ സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പം 50-ാമത്തെ വയസ്സ് മുതൽ അവസാനം വരെ പിന്നെ ഒരു സ്റ്റേജ് കൂടെ പറയുന്നുണ്ട്. അത് ഫൈനൽ സ്റ്റേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആ സ്റ്റേജിനെ നമ്മൾ ഫിലോസഫർ സ്റ്റേജ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫിലോസഫി പഠിക്കാനും ഗവേണൻസിൻ്റെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനും ഹയർ ലെവൽ ഇൻ്റലക്ച്വൽ പേഴ്സ്യൂട്ടൊക്കെ നടത്താനും ഒക്കെ ഉള്ള ഒരു സമയമാണ് 50 to end എന്ന് പറയുന്നത്. ഇത്രയാണ് പ്ലേറ്റോയുടെ എഡ്യൂക്കേഷണൽ സ്റ്റേജസിനകത്ത് വരുന്നത്. പലരും സമയം പോലെ കൂടുതൽ തവണ കേട്ട് മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, താങ്ക് യു.